ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അനുകൂലമാക്കിയെടുക്കുന്നതിൽ അജിത് ഡോവൽ, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ ഇടപെട്ടു. അത്തരത്തിലുള്ള ഒരു ചർച്ച വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇടപെട്ടത്? ഇതിനിടയിൽ തന്നെ മറ്റൊരു ചർച്ച കൂടി വരുന്നുണ്ട്. അജിത് ഡോവൽ രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുത്തിരിക്കുന്നു. എടാ പീറച്ചക്ക, നീ മിണ്ടാതെ ഇരിക്കുക, കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പ്രതികരിക്കാൻ പഠിക്കുക എന്നുള്ള തരത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതെ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ, അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിലേക്ക് വന്നപ്പോൾ ഉടൻ തന്നെ അങ്ങ് പൊട്ടി, അണപൊട്ടി പ്രതിഷേധം. അത് അദാനിക്കെതിരായിട്ട് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള കൈക്കൂലി കേസ് ഉണ്ടല്ലോ, ആ കൈക്കൂലി കേസ് കാണിച്ച് പേടിപ്പിച്ചു. ആരെ? മോദിയെ. നല്ല മോനാണത്, കണ്ട അങ്ങ് പേടിക്കും. ഇതും കഴിഞ്ഞിട്ട് മറ്റൊരു ആരോപണം കൂടി വന്നു. അത് എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും, രാജ്യത്തെ സ്നേഹിക്കുന്ന, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന, അല്ലാതെ വെറുതെ വളച്ചുകെട്ടലുകളിൽ മാത്രം വിശ്വസിച്ച ചില വാർത്തകൾ ചമയ്ക്കുന്നവരല്ലാതെ ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും മറ്റുള്ളവർക്കെല്ലാം അറിയാം. എന്നിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധി, ഈ എപ്സ്റ്റീൻ ഫയൽ കാണിച്ചുകൊണ്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി. ഭീഷണിപ്പെടുത്തിയപ്പോൾ മോദി അങ്ങ് ഇല്ലാണ്ടായി പോയി. പിന്നെ മോദി ഈ ലോകത്ത് കാണാനേ ഉണ്ടായിരുന്നില്ല. മോദി ബങ്കറിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു കാര്യം അവതരിപ്പിക്കും, പ്രതിഷേധമാണെങ്കിലും പറയുമ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ? എത്ര അടി കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ വരുന്നത്. ഇതിപ്പോ നോക്കൂ, എത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് എന്നും ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കൂ. ആ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും യാതൊരു വസ്തുതകളും ഇല്ലാത്തതാണ് എന്നുള്ളത്. എന്നാൽ ഭരണപക്ഷത്തെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ? അതിന് സമയമൊന്നുമില്ല. കാരണം അങ്ങ് തിളച്ചു മറയുകയാണ്. ഇവിടെ ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ വർഗീയത അങ്ങ് മോദിയും BJPയും കൂടെ ഉരുട്ടിക്കുഴച്ച് അങ്ങ് തള്ളുന്നത് കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ യാതൊരു കാരണങ്ങളും ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇനി എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ ആദ്യം പ്രഖ്യാപിക്കുകയും വിജയം അമേരിക്കയ്ക്കാണെന്ന് ട്രംപ് പറയുകയും ചെയ്തു. അതൊരു നല്ല മനുഷ്യനാണ്. അത് മനസ്സിലാക്കണ്ടേ? പാകിസ്ഥാനെ ഇന്ത്യയെ അടിച്ചപ്പോൾ ഈ അമേരിക്കയാണ് ഈ ഒരു 4 ഡേ സ്ട്രൈക്ക് നിർത്താനായിട്ട് ഇടപെട്ടത് എന്ന് ഇപ്പോഴും യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ നാഴേക്ക് 40 വട്ടം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ ട്രംപ് എന്ന് പറയുന്ന വിദ്വാൻ. ഈ ട്രംപ് പറയുന്നത് മാത്രം അപ്പാടെ അങ്ങനെ വിഴുങ്ങുന്നുണ്ടല്ലോ. എന്താണ് സ്വന്തം രാജ്യത്ത് കൃത്യമായി സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി അത് വിശ്വസിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ട്? അത് രാജ്യവിരുദ്ധത മനസ്സിൽ കിടക്കുന്നുണ്ട്. കാരണം രാജ്യത്തിന് വേണ്ടിയല്ല അവരുടെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് മുൻപിൽ വീണ്ടും തുറന്നു കാണിക്കപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് വിജയം എന്ന് പറയുമ്പോൾ അങ്ങ് ധൃതംഗ പുളകിതനായിട്ട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്ക് ഇരിക്കെ പൊറുതിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിൽ അഭിരമിക്കുമ്പോഴാണ്, അല്ല ഞാൻ ഇങ്ങനെ അഭിരമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ മോദിക്കെതിരെ 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കും? അല്ല, ഫണ്ട് വരുന്നവരുടെ നിന്നൊക്കെ ഫണ്ട് വരൂ എന്നുള്ളൊരു ചിന്ത പോയി. അപ്പോഴാണ് പെട്ടെന്ന് ഈ ലഡ്ഡു പൊട്ടി എന്ന് പറയുന്ന കണക്കിന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ചില കാര്യങ്ങൾ എടുത്ത് പറയേണ്ടി വരുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ചത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ്. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ അവിടെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇന്ത്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നോക്ക് മൂപ്പീനെ യാതൊരു വിരട്ടലുമായിട്ടും വിലവേശലുമായിട്ടും ഇങ്ങോട്ടേക്ക് വരണ്ട, ഇത് ഇനം വേറെയാണ്, ഇവിടെ ഈ പരിപ്പ് വേഗൂല, അതങ്ങ് വാങ്ങി വെച്ചേക്ക് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, വേണമെങ്കിൽ ട്രംപിന്റെ ഭരണം കഴിയുന്നത് വരെ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കാൻ തയ്യാറാണ്.
എന്നിട്ട് പുതിയ ഭരണകൂടം വരുമ്പോൾ അവരുടെ നിലപാട് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ ഇത് തമസ്കരിക്കും. കാരണം അത് തമസ്കരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്. അവരുടെ വയറ്റിപ്പിഴപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുന്നതാണ്. രാജ്യത്തിനെതിരെ പറഞ്ഞുകൊണ്ട് കിട്ടുന്ന വലിയ 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 സൗകര്യങ്ങളും പണത്തിലും ഒക്കെ അഭിരമിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത്. അപ്പൊ ഇവർക്ക് ഇതല്ലാണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ നോക്കൂ, ട്രംപ് ഏറ്റവും അധിക പകരം തീരുവ ചുമത്തിയത് ഇന്ത്യക്ക് മേലാണ്. അത് വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉൾപ്പെടെ പതിറ്റാണ്ടുകളുടെ ഒരു സൗഹൃദ രാഷ്ട്രമായിരുന്നു അമേരിക്ക എന്ന് ഓർക്കണം. മാത്രമല്ല, മോദിജിയെ സുഹൃത്ത്, മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും നമ്മളോട് കാണിച്ച ഈ കണ്ണന്തിരിവുണ്ടല്ലോ, അതാണ് മോദിയെ കുറച്ചുകൂടി അല്ലെങ്കിൽ ഇന്ത്യയെ ചൊടിപ്പിച്ചത്. നമ്മൾ തോളത്ത് കൈയിട്ട് വളരെ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ കൂടി ഈ കുത്ത് എന്ന് പറയുന്നത്, ഈ ലൂസിഫറിലൊക്കെ പറയുന്നത് പോലെ ആ ട്രെയിൻ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് അറിയാതൊരു തട്ട്, ആ തട്ടിലങ്ങ് ട്രെയിൻ വന്ന് തട്ടിപ്പോകുന്നു. ഞാൻ തട്ടിയോ? അതില്ല. സായ്കുമാർ എന്ന് പറയുന്ന കഥാപാത്രം മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗാണത്. അപ്പൊ അത്തരത്തിലുള്ള പരിപാടിയൊന്നും വേണ്ട. അപ്പൊ ബുദ്ധിയില്ല എന്ന് പറയാം. അപ്പോൾ അതിൽ തന്നെ മോഹൻലാലിന്റെ മറുപടി ഉണ്ട്. അതിന് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് സത്യത്തിൽ ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചയ്ക്കിടയിൽ സംഭവിച്ചത്. അപ്പോൾ അവിടെ മറ്റ് യാതൊരു തരത്തിലുമുള്ള ഇടപാടുകൾക്കും അല്ലെങ്കിൽ വിലപേശലുകൾക്കും വഴിയില്ലാതെ വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലൊക്കെ സംഭവിക്കുകയോ ഒക്കെ, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ഇവർ മനസ്സിലാക്കാതെ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് അജിത് ഡോവലിലേക്ക് ഈ ഒരു വിഷയം എത്തുന്നത് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ആരോപണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് ഒരു വിദേശ മാധ്യമം ഒരു റിപ്പോർട്ട് അങ്ങ് പുറത്തുവിട്ടു. ആ റിപ്പോർട്ടിലാണ് നമ്മുടെ NSA ആയിട്ടുള്ള അജിത് ഡോവലിന്റെ പേരുള്ളത്. അജിത് ഡോവൽ കൃത്യമായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്താണ് വ്യക്തമാക്കിയത്? ഇന്ത്യക്ക് പ്രതികൂലമായ ഒരു കരാറുമായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഭരണം പോകുന്നത് വരെ ഞങ്ങൾ ഇവിടെ അങ്ങ് പോകും, ഞങ്ങൾ വേറെ വഴി നോക്കിക്കോളാം. അങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന രീതി ഇന്ത്യക്ക് ഇല്ല. അതുകൊണ്ട് ആ കാര്യം മടക്കി അങ്ങ് സൂക്ഷിച്ചു വെച്ചേക്ക് എന്നാണ് പറഞ്ഞത്. കേന്ദ്രത്തിന്റെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഡോവലും മാർക്ക് റൂബിയോയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ പറയുന്നു, ഇന്ത്യയോട് വിരട്ടലും വിലപേശലുമായിട്ടൊന്നും വരണ്ട, അത് നിങ്ങൾ തരത്തി പോയി കളിച്ചാൽ മതി, ആ പരിപ്പ് ഇവിടെ വേഗൂലടവേ എന്നങ്ങ് പറയുകയാണ്. അപ്പൊ ട്രംപിനെ പോലെ വ്യാപാരവും തീരുവയും ഒക്കെ ആയുധമാക്കി വിലപേശുന്ന മുൻകാല US ഭരണാധികാരികളെയും ഇന്ത്യ ശക്തമായിട്ട് നേരിട്ടിട്ടുണ്ട് എന്ന് കൂടി അമേരിക്കയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഡോവൽ. അപ്പൊ ഡോവൽ പറയുന്ന ഈ മറുപടി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയോടാണെങ്കിൽ അതേ മറുപടി തന്നെയാണ് ആ മാധ്യമം പുറത്തുവിടുമ്പോൾ രാഹുൽ ഗാന്ധിയോട് എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നത്. അത് തന്നെയാണ് പറയുന്നത്, പിറച്ചെക്ക നീ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല, ഇതാണ് ഇന്ത്യ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ വിലയിരുത്തുന്ന നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു രീതിയിലുള്ള മറുപടി അല്ല അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അത് ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി കൂടിയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ട്രംപ് ഭരണകൂടത്തിലുള്ള പല ഉന്നതരും ഇന്ത്യക്കെതിരെ, നമുക്കറിയാം പീറ്റർ നവാരോ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇന്ത്യക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോഴും നമ്മൾ പറഞ്ഞു, വോട്ട് പുല്ലേ, പോടാ പുല്ലേ, ഇതൊന്നും നടക്കൂല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് പിന്നാലെ വിമർശനങ്ങൾ കെട്ടടങ്ങി. ട്രംപ് മോദിയെ വിളിച്ചു, പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും പ്രശ്നമായി തന്നെ നിൽക്കുന്നു. സൗഹൃദത്തിൽ പറയേണ്ടത് സൗഹൃദത്തിൽ പറയുന്നു എന്ന നിലപാടിലാണ് ഇന്ത്യ പോയിട്ടുള്ളത്. അപ്പോൾ ട്രംപിന്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ട്രംപിന്റെ
മുഖ്യ വ്യാപാര ഉപദേഷ്ടാവാണ് പീറ്റർ നവാരോ. പീറ്റർ നവാരോ ഉൾപ്പെടെയുള്ളവർ ചിലർ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ രൂക്ഷമായ രീതിയിലാണ് കടന്നാക്രമിച്ചത്. റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യ യുക്രൈനെതിരായിട്ടുള്ള പുടിന്റെ യുദ്ധത്തിന് ഇന്ധനം പകരുന്നു എന്നുള്ള ആരോപണം വന്നു. നമ്മൾ നമ്മുടെ ബിസിനസ്സാണ് നോക്കിയത്. ബിസിനസ്, രാജ്യതാൽപര്യം, യുദ്ധതന്ത്രം, രാജ്യതന്ത്രം. അത് കൃത്യമായ ടേംസ്, കണ്ടീഷൻസ്, പോളിസി, കൃത്യമായ കാര്യങ്ങളിൽ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് എല്ലാം കൂടി അയ്യോ അവിടെ നമുക്കൊരു കരാർ ഉണ്ടെന്ന് കരുതി ഈ കരാർ ഇത് പറയുന്നതിൽ നമ്മൾ അങ്ങ് ശരണം പ്രാപിച്ചില്ലേ, നമ്മളെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയുക എന്ന് പറയുമ്പോൾ അയ്യോ സാറേ ശരി എന്ന് പറഞ്ഞ് കുമ്പിട്ട് നിൽക്കുന്ന പരിപാടി നിർത്തി എന്നുള്ളതിന് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പൊ ഈ ചോരപ്പണം ഒന്നും ഇന്ത്യ നേടുന്നത് ചോരപ്പണമാണെന്ന് കൂടി പീറ്റർ നവാരോ ഉൾപ്പെടെയുള്ളവരൊക്കെ പറഞ്ഞു. അപ്പോഴും ഇന്ത്യ വകവെച്ചില്ല. കാരണം ബുദ്ധിയില്ലാത്തവർ പലതും വഴിയരികിലും ഒക്കെ കിടന്ന് പറയും. നമുക്ക് ഈ പോകുന്ന ബുദ്ധിയില്ലാത്തവരെയും ഭ്രാന്തന്മാർക്കും പറയുന്ന പുലമ്പുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന് സാധ്യമല്ലാത്തത് പോലെ തന്നെ ഇന്ത്യയും ഇക്കാര്യത്തിൽ ഈ മറുപടിയാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വാക്കുകൾ അതിരുവിടുന്നുണ്ട് റൂബിയോ, വാക്കുകൾ അതിരുവിടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതേസമയം റിപ്പോർട്ടിന്മേൽ ഈ അധികൃതരോ US അധികൃതരോ ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയും US വ്യാപാര കരാർ ഇന്ത്യയിൽ എതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതൊന്നും ഗൗനിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് സൗകര്യമില്ല. ഈ രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് ഇങ്ങനെ പുലമ്പുന്നതൊന്നും കേൾക്കാനായിട്ട് യാതൊരു സമയവുമില്ല എന്നുള്ളത്. അവർക്ക് ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ഇന്ധനം ആവണം, അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. ഇവിടെ ഇങ്ങനെ പുലമ്പുന്ന ഒരാളുണ്ട്, അതിനൊക്കെ ചെവി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ സമയമില്ലാതെ പോകും. അതുകൊണ്ട് അവർ അതിനെ ഗൗനിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് മാറ്റി നിർത്തുന്നു. നോക്കൂ, ഒരു പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എത്ര ശോകമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അദാനിയുടെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഈ ആരോപണങ്ങൾക്ക് ഈ വിദേശ മാധ്യമത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ മുഖത്തടിച്ച മറുപടി തന്നെയാണ്. രാഹുൽ ഗാന്ധി എത്ര കണ്ണടച്ചാലും സത്യം സത്യമല്ലാതാകുന്നില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടി പോകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.